എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രൊമാൻസ്, പൈങ്കിളി, ഹണ്ട്, രേഖാചിത്രം, ഹലോ മമ്മി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീഷ് പോതനാണ് സിനിമയിലെ നായകൻ. അതുപോലെ ജാഫർ ഇടുക്കിയും അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ സൈനാപ്പിളെ ഈ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിൽ എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സുഴൽ 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് സുഴൽ 2 OTT റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളം വെർഷനും അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. നീരജ് മാധവ്, അജു വർഗീസാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി സീരീസാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഫെബ്രുവരി 28-ന് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസ് റിലീസാവും. ഇന്ത്യ മൊത്തം 7 ഭാഷകളിലായിട്ടാണ് സീരീസ് വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 14 പ്രണയ ദിനത്തിലാണ് പൈങ്കിളി സിനിമ റിലീസായത്. സജിൻ ഗോപു, അനശ്വര രാജൻ ഇവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കോമഡി റൊമാൻറ്റിക്കൽ മൂവിയാണ് പൈങ്കിളി. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പൈങ്കിളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. മാർച്ച് 14-ന് പൈങ്കിളി സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനുപമ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ഡ്രാഗൻ. ഇതൊരു തമിഴ് സിനിമയാണ്. മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് വരുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ ഈ ഡ്രാഗൻ എന്ന സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് കറക്റ്റ് 1 മാസത്തിനുള്ളിൽ നെറ്റ്ഫ്ലിക്സിൽ ഡ്രാഗൻ സിനിമയുടെ OTT വരുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നാദർഷിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. എവറേജ് അഭിപ്രായമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമ ഇറങ്ങി മാസങ്ങളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-നുള്ളിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സിനിമ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ബ്രൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഫെബ്രുവരി 14 ഇറങ്ങിയ സിനിമയായിരുന്നു ബ്രൊമാൻസ്. മാത്യു തോമസ്, അർജുൻ അശോകൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ് ബ്രൊമാൻസിന് ലഭിച്ചത്. ഇപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബ്രൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ എത്തിയേക്കും. ഫെബ്രുവരി 14 റിലീസ് ആയതുകൊണ്ട് മാർച്ച് 14-നായിരിക്കും ബ്രൊമാൻസ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഫൂട്ടേജിന് ലഭിച്ചത്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്പിളെ വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഫൂട്ടേജിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ സൈനാപ്പിളയിൽ ഫെബ്രുവരി 28-ന് മുന്നേ ഫൂട്ടേജ് സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എക്സ്ട്രാഡീസൺ എന്ന സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് സുരാജാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയുടെ HD പ്രിന്റ് നേരത്തെ വന്നതാണ്. ഇപ്പോഴിതാ ED സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ED. ഈ സിനിമ ഫെബ്രുവരി 25-ന് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഹണ്ടിന് ലഭിച്ചത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഒരു കോളേജിലുണ്ടാകുന്ന പ്രശ്നമാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് മുന്നേ ഹണ്ട് സിനിമ സർപ്രൈസ് ആയിട്ട് റിലീസാകുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ഫെബ്രുവരി 26-ന് ഹണ്ട് സിനിമ എത്തിയേക്കും. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജൻ, ആസിഫ് അലി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രേഖാചിത്രം ഒരു ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമ ഒരു ദിവസം നേരത്തെ റിലീസാകാൻ പോവുകയാണ്. സോണി ലീവ് മാർച്ച് 7-നാണ് ഒഫീഷ്യലായിട്ട് രേഖാചിത്രത്തിൻ്റെ OTT പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാർച്ച് 6 5 മണിക്ക് രേഖാചിത്രം വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ്. 30 കോടിക്ക് അടുത്ത് ഹലോ മമ്മി കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു ഹൊറർ
കോമഡി മൂവിയാണ് ഹലോ മമ്മി. ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി ആരാധകർ കാത്തിരുന്ന് മടുത്തു. ഹലോ മമ്മിയുടെ OTT ഇപ്പോൾ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് സിനിമ റിലീസായത്. ഫെബ്രുവരി 28-ന് ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.